അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ടത്തെ തൗഹീദ് പള്ളിയിൽ തിൻ്റെ മുള്ളു അത് തൊണ്ടയ്ക്ക് സിക്കിയിട്ട് വീണ്ടും ജാരിക്കില്ല എന്ന് കാണ്ട് വീണ്ടും മൗലവി ಬಬ್ಬಬ್ಬ ಇದರ ಕ್ಲಿಪ್ ನೋಕೋ ಮೌಲವಿರೆ ಅಂಬಿಯಾಕಲೆ ಸಂದೇಶ എങ്ങനെ ചൊന്ത് ചൊല്ലറെ ഒരു വീഡിയോ ക്യാപ്ഷൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നോക്കൂ. ഇങ്ങനെ ഖുർആനിൽ എത്ര ജാഗലൈത്തിക്കറ് നബിമാരെ ദാവത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നരെ അവിടെല്ലാം ചൊന്നരെ അങ്ങനെ അല്ലാഹുരെ മാത്രം വിളിച്ചു ദുആർക്ക് പോയിട്ടിക്കറ് ഇതുപോലെ ഒരായത്ത് ഇങ്ങ ചൊല്ലற പോലെ ഒരായത്ത് എവിടെയും കാട്ടോ സാധ്യമുണ്ട്. അല്ലാഹുരൊട്ടിಗೆ ഞങ്ങൾ ദുആർക്കുമ്പോ അവിടെ ഒരു ഇടയാളന്മാർ വേണു ഔലിയാക്കന്മാരെ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടിട്ടു ഞങ്ങൾ അല്ലാഹുര ഔലിയാക്കന്മാരെ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടിട്ടു പോലെ ഔലിയാക്കന്മാരെ കറാമത്ത് അംബിയാ മുർസലീങ്ങളെ മുഅ്ജിസത്ത് ചിലപ്പോ സബ്കുൽ ലിസാൻ എത്തിക്കും മനുഷ്യന്റെ അള്ളാഹുരൊട്ടിಗೆ തേടണു. ഇങ്ങനെ ചൊന്ന് ഒരു നബിയുടെ പേര് 1,25,000 നബിമാർ 25,000 ചില്ലറ നബിമാർ കടന്നു വന്നിട്ട് ഒരു നബിമാരെ പൽക്ക സമയത്ത് നമുക്ക് ഖുർആനിൽ എന്തില്ല ഇടയാളന്മാരാക്കും. 1,25,000 നബിമാർ വന്നിറാറ്. ഓക്കെ, ഈ 1,25,000 നബിമാരെ പരാമർശം ആ നബിമാരെ ബോധനം ഖുർആനിൽ ഫുള്ളായിട്ട് ഖുർആൻ എക്സ്പ്ലെയിൻ ആക്കില്ല. പ്രത്യേകിച്ചിട്ട് 25 നബിമാരുടെ ഇവിടെ ഖുർആൻ ബോധനാക്കിയുള്ളൂ. ഇലാഹായ റബ്ബ് അത് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. ഇവ ഈ മനുഷ്യരെ ക്വസ്റ്റ്യൻ ഇടയാളനാക്കുക, മധ്യവർത്തിയാക്കുക, തവസ്സുൽ ആക്കിയതായിട്ട് അങ്ങനെ ചെന്നതായിട്ട് ഖുർആനിലുണ്ടാകും. ನಾನು ಚೊನ್ನದುപോലെ ಆಯತ್ತರ ನಂಬರು ಆಯತ್ತು ಏದು ಚಂತು ಎಕ್ಸ್ಪ್ಲೈನ್ ಆಗುವುಲ್ಲ ತಾಕತ್ತು ಕೂವತ್ತು ನಿಗಳ ಮುನ್ನಲು ಉಂಡಾಡಿದ ಕಡೆ ಈ ಮನುಷ್ಯನ್ ಚೆಲ್ರಿ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಪರಿಶುದ್ಧ ಕುರ್ಆನ್ ಅಲ್ಲಾಹುರೇ ಕಲಾಮ್ ಐತಿ ಕಡೆ ಸೂರತು ನಿಸಾ ರೀ ಅನ್ನಿಸಾ ಸೂರತ್ ರೇ 64ಾಮത്തെ ಆಯತ್ತು ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഇത് തവസ്സുലുള്ള ദലീൽ ಐತಿಕಡೆ ಪುರಾವೆ ಐತಿಕಡೆ. ولو أنهم إذ ظلموا أنفسهم പാപികളായ മനുഷ്യന്മാർ അങ്ങ് ദോഷങ്ങളാക്കിത്ത്, അതായത് നന്റെ പോലത്തെ മനുഷ്യന്മാർ ദോഷങ്ങളാക്കിത്ത് ജാഊക നബിയെ നിങ്ങളെ സന്നിധിയിലേക്ക് അങ്ങ് ബന്ദേന്ന് കണ്ടെങ്കിൽ എന്നിട്ട് ഫസ്തഗഫറുല്ലാഹ അല്ലാഹു തആലട്ട അങ്ങ് ഇസ്തിഗ്ഫാർ തേടി എന്ന് കണ്ടെങ്കിൽ അങ്ങ് നിങ്ങളെ സന്നിധിക്ക് വന്ന് ഇലാഹായ റബ്ബട്ട പാപമോചന ಬೇಡಿ എന്ന് കണ്ടെങ്കിൽ വസ്തഗഫറ ലഹുമുർ റസൂൽ അങ്ങനെ ദോഷങ്ങൾ പുറത്തു കിട്ടുക വേണ്ടിയിട്ട് നട്ടണിങ് അതുവാർന്നെ എന്ന് കണ്ടെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്തിനെ വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ റഗബ് എടുത്തത് ഒരു അറബിയേതരനായ മനുഷ്യരെ ഒരു കഥ. ആ മനുഷ്യ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർസ്ഥാന ഉള്ള ജാഗയ്ക്ക് വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നുള്ള തന്റെ ടെൻഷന്റെ ചെന്നിട്ട് ഓതൊരു ആയത്ത് ഏതുകൊണ്ടുണ്ടാ വലൗ അന്നഹും ഇളലമു അൻഫുസഹും ഈ സൂറത്തു നിസാഅരെ 64ാമത്തെ ആയത്തിന് മുന്നൽ വെച്ചത് പിന്നെ പാಡ್ರಿ യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ യഅ്ളുമുഹു ഫതാബ മിൻ തിബ്ഹിന്നൽ ഖാഉ വൽ അഖമു നഗേകോ നഫ്സിൽ ഫിദാഉ ലികബ്രി അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അർത്ഥം നോക്കൂ. ഈ ബൈത്ത് ഓടുണ്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ റൗള ഷരീഫ് ഖബർ ഷരീഫ് മുന്നോലു ആ കമ്പത്തിൽ ഇണ്ടും എഴുതി വെച്ചിര്. ഇത് പ്രശ്നമല്ലാണ്ട് ഇതിവിടെ ആര് ചൊല്ലറേ ഒരു വഹാബി ചൊല്ലറേ നോക്കോ കേൾക്ക ഒരു ക്ലിപ്പ് വഹാബിയുടെ ക്ലിപ്പ് കേൾക്കോ. ഇത് പ്രശ്നമല്ല, നോ പ്രോബ്ലം പല. ഇത് അവിടെ പച്ചക്കുബ്ബ ഒരു കുഴപ്പമില്ല. ആ രണ്ട് വൈത്ത് അവിടെ ഇരിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതല്ലേ വായിക്കാത്തത്? അല്ലെങ്കിൽ എന്നോ വായിക്കൂലേ? സിമ്പിൾ ആയിട്ട് ചൊല്ലറേ. ഈ ഭൂമിയിൽ വെച്ചിട്ട് ദഫനാക്കപ്പെട്ട ആൽമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബിയെ
പിന്നത്തെ രണ്ടാമത്തെ നഫ്സിൽ ഫിദാ ഉലി കബറി അന്ത സാക്കിനുഹു. നഫ്സി നന്റെ ശരീരം, ഈ ബന്ധ മനുഷ്യ ചൊല്ലേ നന്റെ ശരീരം അൽ ഫിദാ ഉലി കബറിൻ, നബിയെ താങ്കളുടെ ഈ പരിശുദ്ധമായ കബറുക ദണ്ഡമാക്കിற സമർപ്പിക്കിற സമർപ്പണ നേരത്തെ വഹാബി സൊಂತು നോ പ്രോബ്ലം ഉണ്ട്. അന്ത സാക്കിനുഹു, നബിയെ നിങ്ങൾ ഇത്തിക്കടെ എനിക്ക് സമാധാനം. ഫിഇൽ അഫാഫു വഫിഇൽ ജൂദ് വൽ കറമു, നബി ഈ പരിശുദ്ധമായ പ്ലേസിൽ, ഈ പരിശുദ്ധമായ ബർക്കത്താക്കപ്പെട്ട ദഫനാക്കപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിങ്ങൾ ഇത്തിക്കടെ എനിക്ക് പരിശുദ്ധതയും അതുപോലെ ധർമ്മിഷ്ഠതയും അതുപോലെ ബഹുമാനവും എല്ലാം നിങ്ങളെ ഖബർസ്ഥാനത്തിൽ നിനക്ക് ഉണ്ടു ಎಂದು ബഹുമാനപ്പെട്ട ഈ ആരാബിയായ മനുഷ്യ പാടു തവസ്സുൽ നടത്തറ്, ഇസ്തിഗാസ നടത്തറ്, തൻ്റെ ദോഷങ്ങളെ പുറത്തു കിട്ടുക വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബറ് മുട്ട വന്നിട്ട് ഇങ്ങനെ ഇസ്തിഗാസ തവസ്സുൽ നടത്തറ്. ഇത് നിങ്ങൾക്ക് പ്രൂഫ് എത്തിക്കറ. ഇതാർ കൊടുക്കറേ? നൂറുകണക്കിൽ കിതാബുകളുണ്ട് ഈ ഭാരത്ത്. നിങ്ങൾക്ക് യോജിപ്പുള്ള ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിരെ ആ ഇമാമൊരു കിതാബിൽ ഈ സംഭവം ഉണ്ട്. അവ ഷിർക്കയിച്ചെന്നെങ്കിൽ അങ്ങ് ഇത്ര സിമ്പിളായിട്ട് സില്ലിയായിട്ട് കാണത്താറാ? ഒരിക്കലുമില്ല മുഅ്മിനീങ്ങളെ, ഒരിക്കലുമില്ല സഹോദരന്മാരെ. അങ്ങ് ഷിർക്കയിച്ചെന്നെങ്കിൽ ഒരിക്കലും ഇത് എന്തೈತಿ കാണാലಂತ, ഇത്ര സിമ്പിളായിട്ട് കാണാലಂತ അങ്ങനെ കിതാബുകളിൽ രേഖപ്പെടുത്തിയെന്ന് കണ്ടെങ്കിൽ ഇത് ഷിർക്ക് ചെന്തങ്ങ അടിയിൽ എഴുതി വെക്കാത്താർ. പക്ഷേ നിങ്ങൾ ചൊല്ലുന്നത് പോലെ ഇത് ഷിർക്കല്ല, ഇത് സുന്നത്തായ സത്കർമ്മവും കൂടി തെറ്റിക്കട. അതുകൊണ്ടോ ഇതെന്തും ഷിർക്കല്ല, ഇതൊരു ആയത്ത് മാത്രം. ഇൻഷാ അല്ലാഹ് ഇനിയും വേണമെന്ന് കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ധാരാളം ആയത്തുകൾ തറകുള്ള ഹിമ്മത്ത്, താക്കത്ത്, കൂവത്ത്, ദുർവ്യാഖ്യാനൊന്നും ആക്കിയിട്ടില്ല. ഇവിടെ എല്ലാം ഉള്ളതുപോലെ അർത്ഥം വെച്ച് തെറ്റിക്കട നിങ്ങൾ മുന്നോട്ട് വെച്ചത്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വഹാബിരെ തൊണ്ടയ്ക്ക് സിക്കിയ മുള്ളു, ആ തൗഹീദ് പള്ളിയിൽ വെച്ചത് തൊണ്ടയ്ക്ക് സിക്കിയ മുള്ളു, അത് ഉൽഗത്തേക്ക് പോകേണ്ട ചെന്ന് നോക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്തും സന്മാർഗവും തന്നെ അനുഗ്രഹിക്കട്ടെ, ഇസ്സത്തും ഐഫത്തും സിഹത്തും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.